ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ നടക്കുമ്പോഴുള്ള വേദന എന്താ അറിയോ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവർ ഈ സാധനങ്ങൾ മൊത്തം പ്ലാൻ ചെയ്തിട്ട് ഇവരിത് പൊട്ടിക്കാൻ തിരഞ്ഞെടുത്ത ദിവസം എപ്പാന്നറിയോ? എനിക്കൊരു പ്രശ്നമുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യം. എനിക്ക് ഇതൊരിക്കലും ഞാൻ ഇവിടെ വന്ന് പറയൂലെന്ന് ഞാൻ വിചാരിച്ചിട്ടാ. എനിക്ക് കിഡ്നി സ്റ്റോണാണ്. ഓക്കെ, കിഡ്നി സ്റ്റോണിൻ്റെ സീരിയസ്നെസ് അറിയുന്നവർക്ക് അറിയാം. ആണുങ്ങളുടെ പ്രസവ വേദന എന്നാ പറയാം. അത് വേദന അനുഭവിച്ചവർക്ക് അറിയാം. അത്രയും വേദന എന്ന് പറഞ്ഞാൽ പൊളഞ്ഞിങ്ങനെ ചാവും. ബ്ലഡ് മൂത്രമൊഴിക്കും. മനസ്സിലായി? ബ്ലഡാണ് മൂത്രമൊഴിക്കുക. എനിക്ക് കിഡ്നി സ്റ്റോൺ അല്ല, കിഡ്നീൻ്റെ തൊട്ട് താഴെ കിഡ്നിയും ബ്ലാഡറും തമ്മിലുള്ള വാൾവില്ലേ, വാൾവിൻ്റെ ഉള്ളിൽ എനിക്ക് സ്റ്റോണാണ്. ഓക്കെ, അതിൻ്റെ സാലറി ആയിരുന്നു, അല്ല അതിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇവർ സാലറിന്ന് ഇതിൽ ചാറ്റിലിട്ടിട്ട് അതിനെന്താ പറയുക, സർജറി ആയിരുന്നു മിനിഞ്ഞാന്ന്. ഓക്കെ, ഇത് സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞേ ആരെങ്കിലും. അങ്ങനെ ഞാൻ എന്ത് പറയുമ്പോൾ സ്ക്രിപ്റ്റാന്ന് ഫേക്കാന്ന് പറയുന്നത്, ഇതൊന്ന് ഫേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാണിക്കായിരുന്നു. ഓക്കെ, ഇതിലുള്ള എൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണത്. ഓക്കെ, എൻ്റെ സ്കാൻ റിപ്പോർട്ടാണത്. ഞാൻ എത്ര മെഡിസിനിലാന്ന് ഓരോ ദിവസം കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ, എൻ്റെ സർജറി ഇവർ തെരഞ്ഞെടുത്ത ദിവസം ആലോചിക്കണം. ഞാൻ സർജറി കഴിഞ്ഞ് ഒരാഴ്ച ബെഡ് റെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആ ദിവസം വീഡിയോ ഇട്ട് പൊട്ടിച്ചില്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ. ബ്ലാക്ക് മെയിലും ഈ വീഡിയോയും എല്ലാം ടൈമിങ് നോക്കുക. ടൈമിങ് ഞാൻ അവിടെ സർജറി ആയിട്ട് കിടക്കുമ്പോൾ ഡ്രഗ് പ്രൂഫ് നിൽക്കുക വെയിറ്റ് ആക്കി ഇത് പറഞ്ഞു തീർക്കട്ടെ നിൽക്കുക, ഇതെല്ലാം എനിക്ക് കാണിക്കണം. ഇത് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഇത് ഡിസ്ചാർജ് സമ്മറി അല്ലേ. അല്ലാണ്ട് എൻ്റെ പ്രശ്നങ്ങൾ ഇതിൽ പറയുന്ന എവിടെയാ? അതെ ഡയഗ്നോസിസ്. മെനിഞ്ഞാന്ന് ഡയഗ്നോസിസ് ഒന്ന് കണ്ടോ, ഒന്ന് ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോ പെട്ടെന്ന്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ, ലെഫ്റ്റ് ഡിസ്റ്റൽ യുറേത്രൈൻ സ്റ്റോൺ, അതായത് കിഡ്നീൻ്റെ തൊട്ടായുള്ള വാൾവിൽ സ്റ്റോണാണ്. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും പെയിൻഫുൾ മൊമെൻ്റ് ആയിരുന്നു. ഓക്കെ, അതിൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർജറി കഴിഞ്ഞിട്ട്. ഓക്കെ, പിന്നെ സർജറിൻ്റെ മുന്നിലുള്ള ഫസ്റ്റ് എപ്പിസോഡ് പെയിന്. ഓക്കെ, ഇങ്ങനെല്ലാം എന്നെ ആക്കിയെടുത്തതല്ലടാ, ഇതിൻ്റെ ആവശ്യമായിരുന്നടാ. എല്ലാവരെയും രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഒരു പൊട്ടനെ പോലെ ജീവിച്ച എന്നെ ഒരു വില്ലനാക്കി മാറ്റിയില്ലടാ നീ എല്ലാം കൂടിയിട്ട്.